ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രോ ബാഗിൽ പച്ചമുളക് നട്ട് വളർത്തിയെടുത്തതാണ്. നന്നായി പിടിച്ചിട്ടുണ്ട്. കറിയുടെ ആവശ്യത്തിന് മുളക് കൊണ്ടുവന്ന സമയത്ത് അതിൽ നിന്ന് വിത്തെടുത്ത് മുളപ്പിച്ച് തയ്യാക്കി നട്ടതാണ്. നിറയെ പച്ചമുളക് പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കറിയുടെ ആവശ്യത്തിന് നമുക്ക് 2 എണ്ണം പറിച്ചെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങാക്കായ കൊണ്ട് സാമ്പാറിനേക്കാൾ രുചിയുള്ള നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കറിയാണ്. എളുപ്പത്തിൽ കുക്കറിലേക്ക് എല്ലാം കൂടി ഇട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി. അധികം എണ്ണയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം നല്ല പോലെ ചൂടായ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുഴുങ്ങലരിയോ പച്ചരിയോ ഉണക്കലരിയോ ഏത് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അരി, 5-6 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1/4 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു 5-8 കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഇല്ലാത്തവർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. കുരുമുളകിൽ ഓരോന്ന് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് സമയമുള്ളപ്പം തേങ്ങ ചിരകി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. തിരക്കുള്ള സമയത്ത് തേങ്ങ ചിരകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെടുത്ത് ഉപയോഗിക്കാം. ഞാനങ്ങനെ ചിരകി വെച്ചതാണിത്. ടിഫിൻ ബോക്സിലാക്കി അടച്ച് വെച്ചത്. കുറേ ദിവസം നമുക്കിതുപോലെ കേടാവാതിരിക്കും ചിരകി വെച്ചാൽ. അതിൽ നിന്നൊരു 2 പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് അത് ചൂടായാൽ മതി തേങ്ങ. ഇനി അത് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. മുരിങ്ങാക്കായ 3-4 മുരിങ്ങാക്കായ മുറിച്ചെടുത്തിട്ടുണ്ട്. 1 സവാള, 2-3 പച്ചമുളക്, 1 തക്കാളി. ഇനി കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് മുരിങ്ങാക്കായും പച്ചമുളകും സവാളയും ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ പഴുത്ത ചെറിയൊരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അരച്ച തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സി ജാറ് കഴുകി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് 1 വിസിൽ വന്നാൽ മതി. 1 വിസിൽ വന്ന് തണുത്ത ശേഷം നമുക്കിത് തുറന്നെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. 1 വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്ന് നോക്കാം. മസാലയെല്ലാം നല്ലപോലെ വെന്ത് കഷ്ണങ്ങളെല്ലാം പിടിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അധികം ഇളക്കി കൊടുക്കേണ്ട, നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടായ ശേഷമാണ് കടുക് ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും, കുറച്ച് കറിവേപ്പിലയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും, ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണ അധികം വേണ്ടാത്തവരാണെങ്കിൽ ഈ ഉള്ളിയിലുള്ള എണ്ണ മാറ്റി മൂപ്പിച്ച സവാളയും കറിവേപ്പിലയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ചേർത്ത് കൊടുക്കണ്ട. എണ്ണ ഊറ്റിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി എരിവിന് കളറിനും വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റും കളറും ഉണ്ടാവും കറി. മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കി ചേർത്ത് കൊടുക്കണം. എരിവ് നോക്കി ചേർത്ത് കൊടുക്കണം, അധികം ആവാൻ പാടില്ല.
ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മുരിങ്ങക്കായ കറി റെഡിയായി. ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായത് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.